Hi, hello, welcome to my channel, The Study Spot. Today, we will be discussing regarding the chapter Hospital Administration and General Management. So, video ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജനറൽ മാനേജ്മെന്റ്. ഇത് കേൾക്കുമ്പോൾ രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും അതുപോലെ ജനറൽ മാനേജ്മെന്റ്. അത് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് നോക്കാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് ദ മാനേജ്മെന്റ് ഓഫ് ഹോസ്പിറ്റൽ ആസ് എ ബിസിനസ്, അല്ലേ? അതായത് ഹോസ്പിറ്റലിനെ ഒരു ബിസിനസ് ആയിട്ട് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നത്. അതായത് ഒരു സർവീസ് ഇൻഡസ്ട്രി മാത്രമായിട്ട് ഹോസ്പിറ്റലിന് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതൊരു ബിസിനസ് ആയിട്ട് കൂടി കൊണ്ടുപോകണം, എന്നാലേ ഒരു ലോങ് റണ്ണിൽ ഹോസ്പിറ്റലിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസ് മാനേജേഴ്സ് ഓർ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്സ് ആൻഡ് ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ദ അസിസ്റ്റൻസ്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവർ കുറച്ച് പേരുകളിൽ വിളിക്കാൻ പറ്റും, അല്ലേ? അതെന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഓരോ വേർഡും ഫെമിലിയറിസ് ആവാം. അപ്പോൾ ഓരോ വാക്കായിട്ട് ഞാൻ പറയാം. ഹെൽത്ത് സർവീസ് മാനേജേഴ്സ്. ഹെൽത്ത് സർവീസ് മാനേജേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡേ ടു ഡേ ഓപ്പറേഷൻസ്, ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിൽ നടത്തുന്ന ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ നോക്കി നടത്തുന്ന ആൾക്കാരാണ് ഈ ഹെൽത്ത് സർവീസ് മാനേജേഴ്സ് എന്ന് പറഞ്ഞാൽ. അവർ ഈ ഒരു ഹോസ്പിറ്റലിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് മാനേജ് ചെയ്യും. ഈ അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തൊക്കെയാണ്? റിസോഴ്സസ് ഉണ്ടാവും, പിന്നെ സ്റ്റാഫ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇവരുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുമ്പോഴേ ഒരു ഹോസ്പിറ്റലിൻ്റെ സ്മൂത്ത് ഫങ്ഷനിങ് പോസിബിൾ ആവുള്ളൂ. അടുത്ത വാക്ക് എന്താണ്? ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ്. ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്, എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ടേം എന്താണ് റെഫർ ചെയ്യുന്നത്? ഒരു ലീഡർഷിപ്പ്, ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ആസ്പെക്റ്റിനെയാണ് ഇത് മീൻ ചെയ്യുന്നത്. അപ്പം ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് റോളാണ് ഇവർ പെർഫോം ചെയ്യുന്നത്. അതാണ് ഈ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അടുത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ്. അപ്പം ഇത് നമുക്കൊരു ബ്രോഡർ ആസ്പെക്റ്റിൽ പറയാം. ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഒരു ബ്രോഡർ മാനേജ്മെന്റ് ഓഫ് എ ഹെൽത്ത് കെയർ ഫെസിലിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് തന്നെ പറയാം. അതായത് ഇവർ ഈ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? ബഡ്ജറ്റിങ്, സ്റ്റാഫിങ്, പോളിസി മേക്കിംഗ്, ഹെൽത്ത് കെയർ റെഗുലേഷൻസ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഈ ഹെൽത്ത് കെയർ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ, ഓക്കെ, ഇൻ എ ബ്രോഡർ ആസ്പെക്ട്. ഓക്കെ, അങ്ങനെ നിങ്ങൾ മനസ്സിലാലോചിക്കുക. പിന്നെ അസിസ്റ്റൻസിനെ എങ്ങനെ ആലോചിക്കാം? നമുക്ക് അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ കൂടെയാണ് അസിസ്റ്റൻസ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ അവര് അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ ഈ ടാസ്കിൽ, അവർ ചെയ്യുന്ന ടാസ്കുകളിൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്നു. എന്തൊക്കെ ടാസ്ക് ആവാം? ഓപ്പറേഷൻ ടാസ്ക്. അപ്പൊ അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ ഡിപ്പാർട്ട്മെന്റ്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, പല പല ഡിപ്പാർട്ട്മെന്റ്സ് ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അപ്പൊ അതിനെയൊക്കെ നോക്കി നടത്തും, പേപ്പർ വർക്കുകൾ ചെയ്യും, പിന്നെ അതുപോലെ പ്രോപ്പറായിട്ട് വർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, ഓവറോൾ കോർഡിനേഷനിൽ ഹെൽപ്പ് ചെയ്യും. ഇതൊക്കെയാണ് ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മൊത്തത്തിൽ നമ്മൾ കുറേ വാക്കുകൾ, ഇവർ അഡ്മിനിസ്ട്രേറ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന കുറേ ടേംസ് നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമ്മൾ എന്താ പറയാൻ പോകുന്നത്? അഡ്മിനിസ്ട്രേറ്റർ ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് അണ്ടർ കോൺസ്റ്റന്റ് പ്രഷർ ടു ഇംപ്രൂവ് പേഷ്യന്റ് കെയർ, കമ്മ്യൂണിറ്റി സർവീസസ്, ട്രെയിനിങ് ഹെൽത്ത് പേഴ്സണൽ ആൻഡ് ടു സീക്ക് ന്യൂ നോളേജ് ആൻഡ് ടെക്നോളജീസ്. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സ് എപ്പോഴും പ്രഷറിലാണ്, അല്ലേ? അപ്പൊ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് മാനേജ് ചെയ്യാനുണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം സ്പെസിഫിക് ആയിട്ട്. പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവർ നോക്കി നടത്തേണ്ടി വരും, അല്ലേ? ക്വാളിറ്റി നോക്കേണ്ടി വരും. അങ്ങനത്തെ പല പല കാര്യങ്ങളുണ്ട്. ഈ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഡ്യൂട്ടീസ് പല പല ഭാഗത്തായിട്ടുണ്ട്, അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇവർക്ക് ക്വാളിറ്റി സർവീസ് നോക്കണം, പിന്നെ അതുപോലെ ഫണ്ടിങ് നോക്കണം, എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. പിന്നെ അതുപോലെ കമ്മ്യൂണിറ്റി സർവീസസ്. കമ്മ്യൂണിറ്റി സർവീസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഹോസ്പിറ്റൽ ഇവിടെ അങ്ങനെ എക്സിസ്റ്റ് ചെയ്താൽ മതിയോ? അപ്പൊ അവിടെ നമുക്ക് ഒരുപാട് പേഷ്യൻസ് വരണം, അല്ലേ? അപ്പം നമ്മൾ ഹോസ്പിറ്റലിലെ സ്റ്റാഫ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ മുന്നിട്ട് കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി നമ്മുടെ സർവീസ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോഴേ ഇവിടെ എന്തൊക്കെ സർവീസ് ഉണ്ട്, അതുപോലെ ഡോക്ടേഴ്സ് എന്തെല്ലാം തരത്തിൽ കെയർ കൊടുക്കും, അവരുടെ കെയർ നല്ലതാണോ, ഇപ്പം മെഡിസിൻസ് ഒക്കെ നമ്മൾ കുറച്ചൊക്കെ കൊടുക്കുമ്പം അപ്പം അവർക്ക് മനസ്സിലാവും, ഓക്കെ, ഈ മെഡിസിൻസ് ഒക്കെ എഫക്റ്റീവ് ആണ്, നല്ല ഡോക്ടേഴ്സ് ഉണ്ട്, ഓക്കെ, ഇവിടുത്തെ കെയർ നല്ലതാണ്. അങ്ങനെ നമ്മുടെ
ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു ഇൻഫ്ലോ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഈ കമ്മ്യൂണിറ്റി സർവീസസ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി സർവീസ് ഒക്കെ നടത്തുന്നത് വളരെ അത്യാവശ്യമാണ് അല്ലേ. പിന്നെ അതുപോലെ ട്രെയിനിങ് ഹെൽത്ത് പേഴ്സണൽ, അതായത് എന്താണ്, നമ്മൾ ഹോസ്പിറ്റലിൽ സ്റ്റാഫ് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ്, കുറേ സ്റ്റാഫ് ഉണ്ടായാൽ മാത്രം മതിയോ, പോരല്ലോ. അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുത്താലേ അവർ ചെയ്യുന്ന കാര്യങ്ങളിന് അവർ എഫിഷ്യൻ്റ് ആയിരിക്കുള്ളൂ അല്ലേ. നല്ല കെയർ വളരെ ചെറിയ ടൈമിനുള്ളിൽ അവർക്ക് നല്ല ബെറ്റർ കെയർ കൊടുക്കാൻ പറ്റണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഹെൽത്ത് പേഴ്സണലിനെ ട്രെയിൻ ചെയ്യണം. പിന്നെ എന്താ വേണ്ടത്, ടു സീക്ക് ന്യൂ നോളേജ് ആൻഡ് ടെക്നോളജീസ്. ഇവർക്ക് പുതിയ പുതിയ നോളേജ്, സ്റ്റാഫ് അല്ലെ, എല്ലാവരും പുതിയ നോളേജ് അക്വയർ ചെയ്യണം, പുതിയ ടെക്നോളജീസ് അപ്ലൈ ചെയ്യണം, ഇത് അക്വയർ ചെയ്യണം. എന്തൊക്കെയാണ് നാട്ടിൽ നടക്കണമെന്ന് അറിയണ്ടേ. അപ്പോൾ ഇതെല്ലാം ചെയ്താൽ മാത്രമേ ഒരു ഹോസ്പിറ്റലിന് എപ്പോഴും ഇൻഡസ്ട്രിയിൽ ബെസ്റ്റ് ആയിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അഡ്മിനിസ്ട്രേറ്റർ വേണം നോക്കി നടത്താൻ. പിന്നെ പറയുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, ഇതിന് നമുക്ക് പറയാം എന്താണ്, ഒരു അപ്പർ മാനേജ്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ എന്ന് വേണം നമുക്ക് പറയാം അല്ലേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്. പിന്നെ എന്താണ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ടീം ടു എൻഷ്യൂർ ദ ഗ്രോത്ത് ഓഫ് ഹോസ്പിറ്റൽസ്. മനസ്സിലായല്ലോ. അതായത് ഇവര് ദേ ആർ പാർട്ട് ഓഫ് സ്ട്രാറ്റജിക് ഡിസിഷൻ മേക്കിംഗ് ടീം. ഇവരൊരു ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള അല്ലെ, എല്ലാ കാര്യങ്ങളിലും ഡിസൈഡ് ചെയ്യണം എന്തൊക്കെയാണ് എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം അവർ തീരുമാനിച്ചാൽ മാത്രമേ പ്രോപ്പറായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അപ്പം ഇവര് എടുക്കുന്ന ഡിസിഷൻസ് മൂലമാണ് ഒരു ഹോസ്പിറ്റലിന്റെ ഓവറോൾ ഗ്രോത്ത് നടക്കുന്നത് അല്ലെ. അപ്പൊ അത് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ, നല്ലൊരു ഗ്രോത്ത് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ പ്രോപ്പർ അല്ലെ, അല്ലെങ്കിൽ ആ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കണം. അപ്പൊ ഇതൊക്കെ ചെയ്യുന്നത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കാര്യത്തില് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത് എന്നുള്ളതാണ്. അതിന് നമുക്കൊരു ഷോർട്ട് ഫോമിൽ പഠിക്കാം. പോസ്റ്റ് കോർപ്പ്, POSD CORB. ഇതിനകത്ത് എന്തൊക്കെ വരും നമുക്ക് നോക്കാം. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, റിപ്പോർട്ടിംഗ് ആൻഡ് ബഡ്ജറ്റിംഗ്. ഇത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. ഓക്കെ, ഈ വേർഡ്സ് ഓർത്ത് വെച്ചേക്കാം. നമുക്ക് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് ഉണ്ടല്ലോ, കുറേ പ്രോസസ്സ് നടക്കുന്നുണ്ടല്ലോ. ഇതിന് ഒരു 3 രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ഇതിനെ തരംതിരിക്കാൻ പറ്റും. അതായത് പ്രിപ്പറേഷൻ, ആപ്ലിക്കേഷൻ ആൻഡ് ഡെയിലി റണ്ണിങ്. എന്തൊക്കെയാണ്? പ്രിപ്പറേഷൻ, ആപ്ലിക്കേഷൻ ആൻഡ് ഡെയിലി റണ്ണിങ്. ഓക്കെ, ഇതെന്താണ്? ഈ 3 കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ. പ്രിപ്പറേഷൻ ഫേസ്. ഓക്കെ, നമുക്ക് പേഷ്യൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ എന്തൊക്കെ കാര്യങ്ങളിൽ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ എന്ന് വാക്ക് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അതായത് എന്താണത്? അതായത് ഒരു ഹോസ്പിറ്റലിൻ്റെതായിട്ടുള്ള ലോസ് ആൻഡ് റെഗുലേഷൻസിലെയാണ് നമ്മൾ പറയണത്. ഓക്കെ, ലോസ് ആൻഡ് റെഗുലേഷൻ. അപ്പം ഒരു ഹോസ്പിറ്റലിന് അവരുടേതായിട്ടുള്ള ഒരു ലോസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടായിരിക്കണം. ഇതനുസരിച്ചിട്ടായിരിക്കും ഇവർ വർക്ക് ചെയ്യുന്നത്. പിന്നെ പ്ലാനിങ് ഓഫ് ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ. ഒരു ഹോസ്പിറ്റൽ സിസ്റ്റത്തിനെ അല്ലെ മൊത്തത്തിൽ നമുക്കൊരു പ്രോപ്പർ പ്ലാനിങ് വേണം. പിന്നെന്താണ്? ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർനാഷണൽ പോളിസി. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ഇന്റർനാഷണൽ പേഷ്യൻസും വരും അല്ലേ, നോർമൽ പേഷ്യൻസ് മാത്രമല്ല ഫോറിൻ പേഷ്യൻസും വരും. അപ്പം ഈ പേഷ്യൻസിന് ഒരു ഫോറിൻ പോളിസി ഉണ്ടായിരിക്കും, നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു ഫോറിൻ പോളിസി ഉണ്ടായിരിക്കും. അപ്പം ഈ പേഷ്യൻസ് ഒക്കെ വരുമ്പം എങ്ങനെ ഇവരെ മാനേജ് ചെയ്യണം, അതായത് ഇവരുടെ ഡോക്യുമെന്റേഷൻ ഉണ്ടാവും, ഇവരുടെ ഫൈനാൻസ് ഉണ്ടാവും അല്ലെ. അപ്പം എങ്ങനെ എന്തൊക്കെ ആക്ഷൻസ് അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് ഒരു ഹോസ്പിറ്റല് ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് ഡീൽ ചെയ്യും എന്നുള്ളതാണ് ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർനാഷണൽ പോളിസിയിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് റെഗുലേഷൻ ഓഫ് ഫോർ ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽസ്. ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എങ്ങനെ അവർ മാനേജ് ചെയ്യും അല്ലെങ്കിൽ എങ്ങനെ റെഗുലേറ്റ് ചെയ്യും എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. പിന്നെ എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ ആർക്കിടെക്ചറൽ കൺട്രോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇത് നമുക്ക് പറയാം, അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ആർക്കിടെക്ചർ അല്ലേ, അപ്പൊ അതിനെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പൊ അതിനെ നമുക്ക്
ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അത് എങ്ങനെയൊക്കെ ആയിരിക്കാം, ഇപ്പം ഒരു ഹോസ്പിറ്റലിന് എന്തൊക്കെ സ്ട്രക്ചർ അതിൻ്റെ ഉള്ളിൽ വേണ്ടി വരും അല്ലെ, അതുപോലെ ഇപ്പം ട്രാവലിൻ്റെ കാര്യങ്ങൾ അതെങ്ങനെ എങ്ങനെ നിയർ ബൈ റോഡുണ്ടോ, പെട്ടെന്ന് ആക്സസിബിൾ ആണോ റോഡിൽ നിന്ന് അല്ലെ, പെട്ടെന്ന് പേഷ്യൻസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ടോ, എല്ലാത്തരം ഡിപ്പാർട്ട്മെന്റ്സും അവിടെ ഫങ്ഷനിങ് ആണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇതെല്ലാം ആണ് ഇതിന്റെ ഈ പ്രിപ്പറേഷൻ ഫേസിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെയാണ് പ്രിപ്പറേഷൻ ഫേസിൽ? പ്രിപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ, പ്ലാനിങ് ഓഫ് ഹോസ്പിറ്റൽ സിസ്റ്റം ആസ് എ ഹോൾ, ഡിറ്റർമിനേഷൻ ഓഫ് ഇന്റർനാഷണൽ പോളിസി, റെഗുലേഷൻ ഫോർ ഓപ്പറേഷൻ ഓഫ് ഹോസ്പിറ്റൽ, എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ ആർക്കിടെക്ചറൽ കൺട്രോൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുക കേട്ടോ, മനസ്സിലാക്കി പഠിച്ചാൽ മതി, നമുക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസിന്റെ 3 ഫേസ് പറഞ്ഞു. അതിനകത്ത് ഫസ്റ്റ് ഫേസ് പ്രിപ്പറേഷൻ പറഞ്ഞു, സെക്കൻഡ് ഫേസ് ആണ് ആപ്ലിക്കേഷൻ. ഈ ആപ്ലിക്കേഷൻ ഫേസിൽ എന്താ സംഭവിക്കുന്നത്? അപ്ലൈ ചെയ്യാൻ, നമ്മൾ എന്തോ ഒരു കാര്യം അപ്ലൈ ചെയ്യാണ് അല്ലേ. അപ്പൊ അത് എന്താന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ലോക്കൽ, റീജിയണൽ അല്ലെങ്കിൽ പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ലെവൽ എന്താണ് ഹോസ്പിറ്റല്? ഓക്കെ, ലോക്കൽ, റീജിയണൽ, പബ്ലിക് ഓർ പ്രൈവറ്റ് ലെവലിലുള്ള ഹോസ്പിറ്റലുകളിൽ ഈ അതോറിറ്റീസ് ഉണ്ടല്ലോ, അതോറിറ്റീസ് എന്ന് എന്താണ്? ഈ അതോറിറ്റീസ് എന്ന് പറയുന്നതാണ് ഈ മാനേജ്മെന്റിന്റെ ഹോസ്പിറ്റൽ സർവീസസ്. ഈ സർവീസസ് കൊടുക്കാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാരനെയാണ് അതോറിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവരെന്താ ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ അല്ലെ, ലെജിസ്ലേഷൻ, ലോസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു. ഹോസ്പിറ്റലിലെ ലോസ് ആൻഡ് റെഗുലേഷൻ അല്ലെങ്കിൽ സോഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ ഈ സാധനങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യണം. എവിടെ അപ്ലൈ ചെയ്യണം? ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ അല്ലെങ്കിൽ പബ്ലിക് അല്ലെങ്കിൽ പ്രൈവറ്റ് ലെവൽ ഹോസ്പിറ്റലുകളിൽ ഇത് അപ്ലൈ ചെയ്യണം. ഇത് ആരാണ് അപ്ലൈ ചെയ്യുന്നത്? അതോറിറ്റീസ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ലോക്കൽ അല്ലെങ്കിൽ റീജിയണൽ അല്ലെങ്കിൽ പബ്ലിക് ഓർ പ്രൈവറ്റ് ലെവലിലുള്ള ഹോസ്പിറ്റലുകളിൽ ഈ ഹോസ്പിറ്റൽ ലെജിസ്ലേഷൻ ഓർ സോഷ്യൽ അസിസ്റ്റൻസ് പ്രൊവിഷനെ അതോറിറ്റീസ് അപ്ലൈ ചെയ്യുന്നതിനെയാണ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പ്രിപ്പറേഷനും പഠിച്ചു, ആപ്ലിക്കേഷനും പറഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തേൽ പോവാം. തേർഡ് വൺ ആണ് ഡെയിലി റണ്ണിങ്. ഡെയിലി റണ്ണിങ്ങിൽ വരുന്നത് എന്താണ്? ഓപ്പറേഷണൽ ടാസ്ക് ആണ് അല്ലെ. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് കൺസേൺ വിത്ത് പേഴ്സണൽ, ഫൈനാൻസ്, അക്കൗണ്ട്സ് ആൻഡ് ടെക്നിക്കൽ സർവീസസ്. ഓക്കെ, അതായത് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ റിലേറ്റഡ് ആണ്, സ്റ്റാഫ് റിലേറ്റഡ് ആണ് അല്ലെ. അപ്പം പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യങ്ങള്, പിന്നെ ഫൈനാൻസിന്റെ കാര്യങ്ങള്, ടെക്നിക്കൽ സർവീസസ്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അതായത് ഡെയിലി ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യങ്ങളെല്ലാം ആണ് ഈ ഡെയിലി റണ്ണിങ് എന്നുള്ള ഹെഡിങ്ങിൽ വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കാര്യങ്ങൾ പഠിച്ചു അല്ലെ. പ്രിപ്പറേഷൻ പഠിച്ചു, ആപ്ലിക്കേഷൻ പഠിച്ചു, ഡെയിലി റണ്ണിങ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് റോൾ പ്രൊഫൈൽ ഓഫ് അഡ്മിനിസ്ട്രേറ്റർ എന്താണെന്ന് നോക്കാം. ഇപ്പൊ കുറേ റോൾസ്, കുറേ കാര്യങ്ങളുണ്ട് അഡ്മിനിസ്ട്രേറ്റർ പെർഫോം ചെയ്യുന്ന. ഓരോന്നിനും നോക്കാം. എബിലിറ്റി ടു സീ അഹെഡ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി. ഓക്കെ, മുൻകൂട്ടി കണ്ട് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അതായത് പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ വൈ മാനേജിങ് ദ പ്രസന്റ് മാനേജ് ചെയ്തുകൊണ്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുക. ഓക്കെ, എബിലിറ്റി ടു സീ അഹെഡ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി പഠിച്ചല്ലോ. എബിലിറ്റി ടു സീ അഹെഡ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി മറക്കരുത്. എബിലിറ്റി ടു സീ അഹെഡ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി. ഇനി രണ്ടാമത് നോക്കാം. എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അക്സെപ്റ്റ് ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്, ബീയിങ് ആൻ ഏജന്റ് ഓഫ് ചേഞ്ച്. അപ്പൊ ഇവിടെ എങ്ങനെയാണ്? ആദ്യം നമ്മൾ പറഞ്ഞു അല്ലെ, പ്ലാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഇനി അടുത്ത എന്താണ്? നമ്മൾ പ്ലാൻ ചെയ്ത് അപ്പം പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരികയാണ് നമ്മൾ. ഓക്കെ, അങ്ങനെ എന്താവുകയാണ്? ഒരു ചേഞ്ച് കൊണ്ടുവരണ ഒരു ഏജന്റായി ആക്ട് ചെയ്യാണ്. ഓക്കെ, എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അക്സെപ്റ്റ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്. ഓക്കെ, അത് കൊണ്ടുവരാനും പറ്റണം അല്ലെ, പ്രൊഡ്യൂസ് അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് വേണം, ഒരു കേപ്പബിലിറ്റി വേണം. അപ്പോൾ എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അക്സെപ്റ്റ് ന്യൂ ആൻഡ് ക്രിയേറ്റീവ് ഐഡിയാസ്, ബീയിങ് ആൻ ഏജന്റ് ഓഫ് ചേഞ്ച്. ഓക്കെ, രണ്ടാമത്തതാണ്. അപ്പം എബിലിറ്റി ടു സീ അഹെഡ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി പറഞ്ഞു. എബിലിറ്റി ടു പ്രൊഡ്യൂസ് ആൻഡ് അക്സെപ്റ്റ് ന്യൂ ക്രിയേറ്റീവ് ഐഡിയാസ്,
ബീയിങ് ആൻ ഏജന്റ് ഓഫ് ചേഞ്ച്. ഇത് തേർഡ് വൺ ആണ്, വില്ലിങ്നെസ് ടു ടേക്ക് റിസ്ക് ടു ഗെറ്റ് ദ ന്യൂ ഐഡിയാസ് അക്സെപ്റ്റഡ് ആൻഡ് ഇംപ്ലിമെന്റഡ്. അപ്പൊ നമുക്ക് ഒരു പ്രോപ്പർ വേയിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഡെയിലി ആക്ടിവിറ്റീസ് ഓപ്പറേഷൻസ് ഫങ്ഷൻ ചെയ്യായിരിക്കും. അപ്പൊ ഈ ഫങ്ഷനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പ്രവർത്തനത്തിലേക്ക് നമ്മളൊരു റിസ്ക് എടുക്കുകയാണ്, അല്ലെ പുതിയൊരു കാര്യം കൊണ്ടുവരികയാണ്. അപ്പൊ അതിന് ഒരുപാട് ചേഞ്ചസ് വരുത്തേണ്ടി വരും. അപ്പൊ അത് റിസ്ക് ഏറ്റെടുക്കാനുള്ള ഒരു ധൈര്യം വേണം. ഓക്കെ, അപ്പം അതാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലിങ്നെസ് ടു ടേക്ക് റിസ്ക് ടു ഗെറ്റ് ദ ന്യൂ ഐഡിയാസ് അക്സെപ്റ്റഡ് ആൻഡ് ഇംപ്ലിമെന്റഡ്. ഓക്കെ, ആദ്യം നമ്മൾ പറഞ്ഞു പ്ലാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു, പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു, മൂന്നാമത്തെ എന്താണ് പറഞ്ഞത് വില്ലിങ്നെസ് ടു ടേക്ക് റിസ്ക് പറഞ്ഞു. ഓക്കെ, മൂന്നെണ്ണം പഠിച്ചു. ഈ നാലാമത്തെ എബിലിറ്റി ടു അനലൈസ്, സിന്തസൈസ് ആൻഡ് ഇന്റഗ്രേറ്റ് ഡൈവേഴ്സ് ഇൻഫർമേഷൻ. നമ്മൾ പല പല ഇൻഫർമേഷൻസ് നമ്മുടെ ചുറ്റും ഉണ്ടാവും അല്ലെ. അപ്പൊ ഈ പല കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ ഹോസ്പിറ്റലിൽ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പൊ പല പല ആൾക്കാർ വരുന്നുണ്ടാവും, പല പല കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ടാവും. അപ്പൊ ഈ ഡേറ്റാസ് അല്ലെ, ഫുൾ ഓഫ് ഇൻഫർമേഷൻ ഡാറ്റ ഉണ്ട്. അപ്പൊ ഇത് നോക്കിയും കണ്ട് അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് ഇതിനെ അസോർട്ട് ചെയ്തിട്ട് വേണം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അതിനെയാണ് എബിലിറ്റി ടു അനലൈസ്, സിന്തസൈസ് ആൻഡ് ഇന്റഗ്രേറ്റ് ഡൈവേഴ്സ് ഇൻഫർമേഷൻ അല്ലെ. അപ്പം ഒരു അസുഖമായിട്ട് തന്നെ പല പല അസുഖങ്ങളായിട്ട് ആൾക്കാർ വരും. അപ്പൊ അതിനനുസരിച്ച് സോർട്ട് ഔട്ട് ചെയ്യണം അല്ലെ. അതായത് ഡിപ്പാർട്ട്മെന്റിലേക്കായിരിക്കണം ആൾക്കാർ പോകുന്നത്. അതുപോലെ ഫൈനാൻസ്, അതിനനുസരിച്ചുള്ള എക്യുപ്മെന്റ്സ് വാങ്ങിക്കേണ്ടി വരും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവും. എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ സെൻസ് ഓഫ് ഇക്വിറ്റി, ഫെയർനെസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ ഓൾ ഡീലിങ്സ് വിത്തിൻ ആൻഡ് ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. അപ്പൊ ഹോസ്പിറ്റൽ ഉള്ളിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ എല്ലാ ഡീലിങ്സിലും എന്താണ് ഒരുപോലെ അല്ലെ, ഇക്വിറ്റി, സെൻസ് ഓഫ് ഇക്വിറ്റി, ഫെയർനെസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് അല്ലെ. എല്ലാവരെയും ഒരുപോലെ പരിഗണിച്ച് ഒരേപോലെ എല്ലാവർക്കും ഒരേപോലത്തെ റൈറ്റ് നടപ്പാക്കാനുള്ള കേപ്പബിലിറ്റി ആർക്ക് വേണം? നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിന് വേണം അല്ലേ. അപ്പം ഒരേപോലെ നമുക്ക് പ്ലാൻ ചെയ്യുന്ന കേപ്പബിലിറ്റി വേണമെന്ന് പറഞ്ഞു. പിന്നെ പുതിയ ഐഡിയാസ് കൊണ്ടുവരണം, അത് റിസ്ക് എടുക്കാൻ തയ്യാറാവണം. പിന്നെ ഡേറ്റാസ് അല്ലെ, ഇൻഫർമേഷൻ കിട്ടുന്നത് അനലൈസ് ചെയ്ത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം അല്ലെ. പിന്നെ അതുപോലെ ഒരു സെൻസ് ഓഫ് ഇക്വിറ്റി വേണം പറഞ്ഞു. സെൻസ് ഓഫ് ഇക്വിറ്റി, ഫെയർനെസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് വേണം. അടുത്തത് എന്താണ്? നോളേജ്, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ്. ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം അഡ്മിനിസ്ട്രേറ്ററിന്? ചുമ്മാ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല, അതിനനുസരിച്ചുള്ള നോളേജ് വേണം, സ്കില്ല് വേണം, എക്സ്പീരിയൻസ് വേണം അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനിയുണ്ട് കേട്ടോ. അപ്പം 6 നമ്മൾ നോക്കി. ഇനി 7-ാമത്തെയാണ് എബിലിറ്റി ടു ഡെലിഗേറ്റ്, മേക്കിംഗ് ഇഫക്റ്റീവ് യൂസ് ഓഫ് ഓൺ ടൈം ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ്. എബിലിറ്റി ടു ഡെലിഗേറ്റ് എന്താണ്? അതായത് അവരവരുടെ കഴിവിനനുസരിച്ചുള്ള വർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലെ. എബിലിറ്റി ടു ഡെലിഗേറ്റ്, മേക്കിംഗ് എഫക്റ്റീവ് യൂസ് ഓഫ് ഓൺ ടൈം. അവനവന്റെ ടൈം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യണം. അതുപോലെ ബാക്കിയുള്ളവരുടെ ടൈമും പ്രോപ്പറായിട്ടാണോ അവർ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ചെയ്യണം. അപ്പൊ അതാണ് എബിലിറ്റി ടു ഡെലിഗേറ്റ് ആൻഡ് മേക്കിംഗ് എഫക്റ്റീവ് യൂസ് ഓഫ് ഓൺ ടൈം ആൻഡ് ദാറ്റ് ഓഫ് അതേഴ്സ്. പിന്നെ അടുത്താണ് ഗുഡ് പേഴ്സണൽ മോട്ടിവേഷൻ ആൻഡ് എബിലിറ്റി ടു മോട്ടിവേറ്റ് പീപ്പിൾ വർക്കിംഗ് ഇൻ ദ ഹോസ്പിറ്റൽ. അപ്പം സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ വേണം, എന്നാലേ പ്രോപ്പർ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയണം അല്ലെ അഡ്മിനിസ്ട്രേറ്ററിന്. അപ്പം അങ്ങനത്തെ ഒരു കാര്യം നോക്കണം. അടുത്ത എന്താണ്? എബിലിറ്റി ടു റിവ്യൂ ആൻഡ് ഇവാലുവേറ്റ്, മേക്കിംഗ് അഡ്ജസ്റ്റ്മെന്റ്സ് ആസ് നെസസറി. അപ്പൊ അടുത്ത എന്താണ്? അപ്പൊ ഈ ചെയ്ത കാര്യങ്ങളെല്ലാം ഇതെല്ലാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പൊ ഇതൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യുകയും ഇവാലുവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പൊ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫുള്ളും സക്സസ് ആവണം എന്ന് നിർബന്ധമില്ല അല്ലെ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് വരുത്തണം. അത് പ്രാക്ടിക്കൽ ആയില്ല, നമ്മൾ നടത്തിയ ഒരു കാര്യം ശരിയായില്ല എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് ചിലപ്പം അത് നമ്മൾ ഒഴിവാക്കേണ്ടി വരും അല്ലെ. പല കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യേണ്ടി വരും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത് അഡ്മിനിസ്ട്രേറ്ററിന്റെ റോളാണ്. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ വെച്ചാൽ 9 കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതെല്ലാം നോക്കുക. അപ്പൊ എന്തൊക്കെയാണ്? എബിലിറ്റി ടു സീ എഹെഡ് ആൻഡ് പ്ലാൻ അക്കോർഡിംഗ്ലി അല്ലെ. പ്ലാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു, പുതിയ ഐഡിയാസ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു, റിസ്ക് എടുക്കുന്ന കാര്യം പറഞ്ഞു, പിന്നെ ഡാറ്റ അനലൈസ് ചെയ്യും, സിന്തസൈസ് ചെയ്യും, ഇന്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പിന്നെ സെൻസ് ഓഫ് ഇക്വിറ്റി, ഫെയർനെസ് ആൻഡ് സോഷ്യൽ ജസ്റ്റിസിന്റെ കാര്യം പറഞ്ഞു. പിന്നെ ഈ അഡ്മിനിസ്ട്രേറ്ററിന് എന്ത് വേണം? നോളേജ്, സ്കിൽസ് ആൻഡ് എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞു. പിന്നെ ആൾക്കാരെ അവരുടെ കഴിവനുസരിച്ച് അവർക്കുള്ള വർക്ക് അല്ലെ കൊടുക്കുന്ന കാര്യം, അവരുടെ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കുന്ന കാര്യം പറഞ്ഞു. പിന്നെ അവർക്ക് ഒരു പ്രോപ്പറായിട്ട് മോട്ടിവേഷൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. പിന്നെ അവസാനമായിട്ട്
ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ എത്ര റോൾ പറഞ്ഞു നമ്മൾ? 9 കാര്യങ്ങൾ പറഞ്ഞു. ഇതെല്ലാം പഠിക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഈ അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട് ചെയ്യണം അല്ലെ. അഡ്മിനിസ്ട്രേറ്റർ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നിട്ട് ഇത് ആരോടോ റിപ്പോർട്ട് ചെയ്യണം അല്ലെ. ആരുടെയോ അണ്ടറിലാണ് അഡ്മിനിസ്ട്രേറ്റർ. അപ്പൊ അത് ആരാന്നാണ് നമ്മൾ നോക്കുന്നത് ഈ സ്ലൈഡിൽ. അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട്സ് ടു ഗവേണിംഗ് ബോഡി. ആരോടാണ്? ഗവേണിംഗ് ബോഡി അല്ലെ. ഗവേൺ ചെയ്യുന്ന, ഭരിക്കുന്ന ആളിൻ്റെ അടുത്താണ് അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഈ ഗവേണിംഗ് ബോഡി ആരായിരിക്കും? ഈ ഗവേണിംഗ് ബോഡി എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഹയർ അതോറിറ്റീസ് എന്ന് പറയാം. ഓക്കെ, അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട്സ് ടു ഗവേണിംഗ് ബോഡി ഓർ അതർ ഹയർ അതോറിറ്റീസ്. ഈ ഹയർ അതോറിറ്റീസ് ആരൊക്കെ ആയിരിക്കും എന്നാണ് പറയുന്നത്. സച്ച് ആസ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ഓർ സെക്രട്ടറി ടു ഗവൺമെന്റ് എക്സെട്ര. ഓക്കെ, ആരൊക്കെ ആവാം? ഇത് ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് അല്ലെങ്കിൽ സെക്രട്ടറി ടു ഗവൺമെന്റ്. അപ്പൊ എന്താണ് നമ്മൾ പറയുന്നത്? അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട്സ് ടു ഗവേണിംഗ് ബോഡി ഓർ അതർ ഹയർ അതോറിറ്റീസ് സച്ച് ആസ് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസസ് ഓർ സെക്രട്ടറി ടു ഗവൺമെന്റ്. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റർ ആരടുത്താണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ആരടുത്താണ്? ഗവേണിംഗ് ബോഡി. അല്ലെങ്കിൽ ആരാണ്? ഹയർ അതോറിറ്റീസ്. അഡ്മിനിസ്ട്രേറ്റർ റിപ്പോർട്ട്സ് ടു ഗവേണിംഗ് ബോഡി. ഇത് ആരൊക്കെ ആവാം? ഇത് ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് ആവാം, അല്ലെങ്കിൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ആവാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സൺസ് റിപ്പോർട്ടിംഗ് ഡയറക്ട്ലി ടു അഡ്മിനിസ്ട്രേറ്റർ. അഡ്മിനിസ്ട്രേറ്ററിന്റെ അടുത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററിന് റിപ്പോർട്ട് ചെയ്യേണ്ട ആൾക്കാർ ആരൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ്, ഇതിൽ കൂടുതൽ ആൾക്കാരുണ്ടാവും. ഓക്കെ, അപ്പൊ ആരൊക്കെ നമുക്ക് നോക്കാം. മെഡിക്കൽ സൂപ്രണ്ടന്റ്, ഓക്കെ, നഴ്സിംഗ് സൂപ്രണ്ടന്റ് അല്ലെ, പിന്നെ അസോസിയേറ്റ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്, പിന്നെ ആരൊക്കെ ആവാം? കോർഡിനേറ്റർ അല്ലെ. എന്തിന്റെ കോർഡിനേറ്റർ? കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസിന്റെ കോർഡിനേറ്റർ. പിന്നെ പ്രിൻസിപ്പൽ ഓഫ് സ്കൂൾ ഓഫ് നഴ്സിംഗ്. എല്ലാ സ്ഥലത്തും സ്കൂൾ ഓഫ് നഴ്സിംഗ് ഉണ്ടാവില്ല കേട്ടോ, എല്ലാ ഹോസ്പിറ്റലിലും. അപ്പൊ ഹോസ്പിറ്റലുകൾ, അങ്ങനത്തെ സ്കൂൾ ഓഫ് നഴ്സിംഗ് ഉള്ള ഹോസ്പിറ്റലുകളിലെ പ്രിൻസിപ്പൽ. അപ്പൊ ആരൊക്കെയാണ്? മെഡിക്കൽ സൂപ്രണ്ടന്റ്, നഴ്സിംഗ് സൂപ്രണ്ടന്റ്, പിന്നെ അസോസിയേറ്റ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റർ. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, അസോസിയേറ്റ് അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ്. പിന്നെ ആരാണ്? കോർഡിനേറ്റർ. എന്തിന്റെ കോർഡിനേറ്റർ? കമ്മ്യൂണിറ്റി ഹെൽത്ത് പ്രോഗ്രാംസിന്റെ കോർഡിനേറ്റർ. പിന്നെ പ്രിൻസിപ്പൽ ഓഫ് സ്കൂൾ ഓഫ് നഴ്സിംഗ്. അത്രയും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലെ കുറെ കാര്യങ്ങൾ പഠിച്ചു അല്ലേ. അപ്പം ഈ സ്ലൈഡുകൾ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഇതെല്ലാം പഠിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇത് ഞാൻ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഇടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇത് ഈ ഇത്രയും കാണുമ്പോഴത്തേക്കും തന്നെ ഇത് മൊത്തം പഠിക്കാൻ സാധിക്കണം. ഓക്കെ, അപ്പം വലിയ വീഡിയോസ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറേ നേരം അത് കണ്ടുകൊണ്ടിരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കണ്ടു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.